മാസപ്പടി കേസിൽ വീണയ്ക്ക് രക്ഷയില്ല. വ്യക്തമായ തെളിവുണ്ടെന്ന ഇഡി. കൂടുതൽ ചോദ്യം ചെയ്യലുടൻ വാർത്താക്കുറിപ്പ് പതിവ് നടപടി. അസ്വാഭാവികതയില്ല. ഇഡിയുടെ വിശദീകരണം വാർത്താക്കുറിപ്പ് അസാധാരണമെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി. കോഴിക്കോട് ഇന്ന് CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. പിണറായിയുടെ വീട്ടുപടിക്കൽ ഇഡിക്കാരെ ആക്രമിച്ച CPMകാർക്ക് തിരിച്ചടി. ജാമ്യം റദ്ദാക്കാൻ നീക്കവുമായി പോലീസ്. ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. മ്യൂസിയം സ്റ്റേഷനിൽ പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും ഓണം ആഘോഷിച്ച് IP ബിനു. ഒപ്പിടാൻ വന്നപ്പോൾ ഓണക്കോടിയും കൊടുത്തു. ഭരണം മാറിയതറിയാത്തവരാണ് പിന്നിലെന്ന് മന്ത്രി K മുരളീധരൻ. ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി. റീൽ നീക്കം ചെയ്തു മെറ്റ. CPI കലഹം കടുത്തു. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി കൊമ്പ് കോർത്തു പാർട്ടികൾ. CPIയെ ചൊടിപ്പിച്ചത് പദവി CPMനെന്ന പിണറായിയുടെ പ്രസ്താവന. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്ന് ബിനോയ് വിശ്വം. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ തമ്മിലടി. കൂട്ടത്തല്ല്. KGSO ഓണാഘോഷ DJക്കിടെ. കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥന് കണ്ണിന് പരിക്ക്. അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റ വിവാദം തീർന്നില്ല. സർക്കാർ തീരുമാനമുടൻ. എതിർപ്പുമായി ജനപ്രതിനിധികളും. തുടർ നടപടികൾ നിർത്തിവെച്ച് KMRL. മെസ്സിയെ കാട്ടി കോടികളുടെ വെട്ടിപ്പ്. GST വകുപ്പിന്റെ നിർണായക കണ്ടെത്തൽ. ആന്റോ അഗസ്റ്റിൻ കൊടുത്തത് ആരാന്റെ പണം. കണക്കില്ലാതെ എത്തിയത് 206 കോടി. വായ്പയെന്ന ആന്റോ. അടിമുടി ദുരൂഹത. ആന്റോയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഇടനിലക്കാരെന്ന സംശയത്തിൽ പ്രത്യേക സംഘം. നോട്ടീസ് ഉടൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം BJPയുടെ രാഷ്ട്രീയ നീക്കമെന്ന് UDF. കേന്ദ്രമന്ത്രി സോമണ്ണയ്ക്കും കർണാടക നേതാക്കൾക്കും കുറ്റപ്പെടുത്തൽ. ലക്ഷ്യം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും വിമർശനം. തിരുവോണത്തിന് കേരളത്തിലെ MPമാർ നിരാഹാരമിരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. നടൻ ദേവൻ TVKയിൽ. ശിവസേന രാഷ്ട്രീയം തുടങ്ങിയ താരം ഒടുവിൽ വഹിച്ചത് BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവി. പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസം. TVKയുമായി ചർച്ച. നടി പ്രിയങ്കയുടെ മധ്യസ്ഥത്തിൽ. വിജയുമായി ഉടൻ കൂടിക്കാഴ്ച. കുതിച്ചുകയറി മുല്ലപ്പൂവില. മുഴത്തിന് 250 രൂപ. കിലോയ്ക്ക് 3000 രൂപ കടന്നു. 5000 രൂപയ്ക്കപ്പുറം ആയാലും അത്ഭുതമില്ലെന്ന് കച്ചവടക്കാർ. വില കൂടിയത് ഓണവും കല്യാണ സീസണും കാരണം. ഒഡീഷ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയത് പാനമ പതാക വഹിച്ച MV ഓഷ്യൻ വിന്നർ. കപ്പലിൽ 24 ചൈനക്കാർ. ഇരുമ്പയിരുമായി പോയ കപ്പൽ അപകടത്തിൽപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിൽ 240 നോട്ടിക്കൽ മൈൽ ദൂരം. രക്ഷാശ്രമവുമായി കോസ്റ്റ് ഗാർഡും നാവികസേനയും. ഉസൈൻ ബോൾട്ടിനെ ഓടിപ്പിന്നിലാക്കി റോബോട്ട്. ലോക റോബോട്ട് ഗെയിംസിൽ ചൈനീസ് ഹ്യൂമനോയിഡ് 100 മീറ്റർ ഫിനിഷ് ചെയ്തത് 9.39 സെക്കൻഡിൽ. 9.47 സെക്കൻഡിൽ രണ്ടാമതോടിയെത്തി ലൈറ്റ്നിംഗ് റോബോട്ട്. ഹ്യൂമനോയിഡുകളുടെ ഓട്ടമത്സരം. റോബോട്ടിക്സിലെ വൻ കുതിപ്പ്.